മക്കളെ ഇന്ന് ഒരാളെ കാണിച്ചു തരാം. അതാരാണെന്നല്ലേ? ആരാണെന്നതാ ഇപ്പൊ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ മീനുക്കുട്ടി. മീനുക്കുട്ടി ഇതാ സ്കൂളിലേക്ക് അങ്ങ് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. സ്കൂളിലേക്ക് പോയി തുടങ്ങിയ മീനുക്കുട്ടിക്ക് എഴുതാനും വായിക്കാനൊക്കെ ഇതാ ചെറുതായിട്ട് അറിയാം. ചിലതൊക്കെ എന്ത് ചെയ്യും? തെറ്റിപ്പോകും. അപ്പോ മീനുക്കുട്ടിയുടെ അമ്മ എന്താ ചെയ്യാ? ചുറ്റും കാണുന്നതൊക്കെ മീനുക്കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ടോ അത് മീനുക്കുട്ടിയോട് മണലിൽ എഴുതാൻ പറയും. മണലിൽ എഴുതുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കും കേട്ടോ. അപ്പൊ ഇതാ മീനുക്കുട്ടി പറയാണേ, മീനുക്കുട്ടിയും അമ്മയും കൂടെ അവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? മീനുക്കുട്ടി ദൂരേക്ക് നോക്കിയിട്ട് ഒരു മല കാണുന്നുണ്ട്. ആ മലയുടെ താഴെയായിട്ട് എന്ത് കാണുന്നുണ്ട്? ഒരു മരം കാണുന്നുണ്ട്. ആ മരത്തിന്റെ മുകളിൽ ഒരു കാക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ മരത്തിന്റെ മുകളില് ഒരു കാക്ക ഇരിക്കുന്നുണ്ട്. അപ്പോ അതെന്താന്ന് ചോദിച്ചപ്പോ മീനുക്കുട്ടി പറയണേ, അമ്മേ അത് കാക്കയാണെന്ന് ശരിക്കും ഉത്തരം പറഞ്ഞു. അപ്പൊ മീനുക്കുട്ടിയുടെ അമ്മ പറഞ്ഞു, എങ്കിലും മോള് ഒന്ന് മണലിൽ എഴുതിയേന്ന്. പക്ഷെ മണലിൽ എഴുതിയപ്പോ ദാ ഇങ്ങനെ എഴുതിയ കക്കാന്നല്ലേ ഇത് വായിക്ക? കക്ക അല്ലേ? അയ്യോ മീനുക്കുട്ടി, ഇത് കക്ക എന്നല്ലേ? അങ്ങനെ എഴുതിയാലാണ് നമ്മൾ കാക്കാന്ന് വായിക്കുക എന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് അവൾക്ക് കാക്കാന്ന് എഴുതുന്ന എങ്ങനെയാന്നൊന്ന് പറഞ്ഞു കൊടുത്താലോ? നോക്കിയേ, കാ എഴുതി. ചിഹ്നം കാ. കാക്ക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കാക്ക. കാക്ക. അപ്പോ മീനുക്കുട്ടിയുടെ കയ്യില് ഒരു പാവക്കുട്ടി ഉണ്ട് കേട്ടോ. ആ പാവക്കുട്ടി എപ്പോഴും മീനുക്കുട്ടി കൂടെ കൂട്ടും. ആ പാവക്കുട്ടിയെ കണ്ട സമയത്ത് മീനുക്കുട്ടി പറഞ്ഞു, ഞാൻ കാക്കാന്ന് എഴുതാൻ പഠിച്ചല്ലോ എന്നൊക്കെ. അപ്പൊ പാവക്കുട്ടി പറയാണ്, മീനുക്കുട്ടി നീ എന്റെ പേരൊന്ന് എഴുതിയേ. മീനുക്കുട്ടിയോട് പാവക്കുട്ടി പറയാണ്, എന്റെ പേരൊന്ന് എഴുതിയേന്ന്. അപ്പോ മീനുക്കുട്ടി എഴുതാൻ തുടങ്ങി. എന്താ എഴുതുന്നത്? വാ. അയ്യോ വാ. അപ്പൊ നമ്മുടെ മീനുക്കുട്ടിയുടെ പാവക്കുട്ടി കരയാൻ തുടങ്ങി. എന്റെ പേരെഴുതാൻ മീനുക്കുട്ടിക്ക് അറിയില്ല അല്ലേ? അങ്ങനെ പാവ കരയാൻ തുടങ്ങി. ആ സമയത്ത് മീനുക്കുട്ടിയുടെ അമ്മ പറയാണേ, പാവക്കുട്ടി നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ മീനുക്കുട്ടിക്ക് ഇപ്പം പാവ എന്ന് എഴുതുന്നത് പഠിപ്പിച്ചു കൊടുക്കാന്ന്. അങ്ങനെ മീനുക്കുട്ടിയുടെ അമ്മ അവളുടെ കൈ പിടിച്ചിട്ട് മണലില് പാ എന്നെഴുതി. ചിഹ്നം പാ വാ. പാവ എന്ന് ശരിക്കും മീനുക്കുട്ടി എഴുതിയപ്പോ നമ്മുടെ പാവക്കുട്ടിക്ക് ശരിക്കും സന്തോഷായി. അപ്പൊ പാവക്കുട്ടി പറഞ്ഞു, എനിക്കിപ്പോ നല്ല സന്തോഷായി മീനുക്കുട്ടി എന്ന്. അപ്പൊ മീനുക്കുട്ടി നമ്മുടെ പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അപ്പൊ അമ്മ പറഞ്ഞു, ഇന്ന് നമ്മള് കാക്കാന്നും പാവാന്നൊക്കെ പഠിച്ചില്ലേ അല്ലേ? ഇനി നമുക്ക് പോയിട്ട് ചായ കുടിച്ചാലോന്ന്. എന്ത് കുടിക്കാനാ വിളിച്ചേ? ചായ കുടിക്കാൻ. അപ്പൊ അമ്മയ്ക്ക് ഓർമ്മ വന്നു. അപ്പൊ മീനുക്കുട്ടിയോട് പറഞ്ഞു, എന്നാ മോളൊരു കാര്യം ചെയ്യ്, ചായാന്നും കൂടെ ഒന്ന് എഴുതിക്കേന്ന്. അപ്പൊ മീനുക്കുട്ടി ശരിക്കും ചായാന്ന് എഴുതി. കാരണം എന്താണ്? നേരത്തെ കാക്കാന്ന് പഠിച്ചു, പാവാന്ന് പഠിച്ചു. ഇപ്പൊ ചായെന്ന് മീനുക്കുട്ടിക്ക് അറിയാം. ചിഹ്നം അങ്ങനെ മീനുക്കുട്ടി
കാക്കാന്ന് പഠിച്ചു, പാവാന്ന് പഠിച്ചു, ചായാന്ന് പഠിച്ചു. അപ്പൊ മീനുക്കുട്ടിക്ക് ഒരു ഇഷ്ടം, ഞാൻ എൻ്റെ മാലാന്നും കൂടി ഒന്ന് എഴുതി നോക്കട്ടെ അമ്മേന്ന്. അപ്പൊ മീനുക്കുട്ടി മണലില് മാ എന്നെഴുതി, മാ എന്നെഴുതി ആ ചിഹ്നം ചേർത്തു. മാ ലാ, മാ ലാ, മാ ലാ. അങ്ങനെ നമ്മുടെ മീനുക്കുട്ടിയും അമ്മയും പാവക്കുട്ടിയും കൂടെ ചായ കുടിക്കാൻ അകത്തേക്ക് പോയി. മീനുക്കുട്ടിയുടെ അക്ഷരലോകവുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാട്ടോ. അതുവരേക്കും ടാറ്റാ.